ഫേസിന് എന്തെങ്കിലും മാറ്റം വന്നോന്ന് ഞാൻ ചോദിക്കേണ്ട. പക്ഷേ എന്റെ വീട്ടുകാർ തന്നെ എന്നോട് പറഞ്ഞു എന്താണ് പിന്നെ നല്ല ബ്രൈറ്റ് ആയിട്ടുണ്ട്, പിന്നെ നിറം വെച്ചിട്ടുണ്ട്, നമ്മുടെ പശുപ്പനം നല്ല നിറം വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ഫ്രണ്ട്സിനോട് അങ്ങോട്ട് ചോദിച്ചിട്ടുണ്ട്, അങ്ങോട്ട് ചോദിക്കാതെ തന്നെ അവർ പറഞ്ഞിട്ടുണ്ട് എന്നാണ് നല്ലൊരു മാറ്റം തന്നെ വന്നിട്ടുണ്ട്, മുമ്പത്തെ പോലെയല്ല ഒക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പം എന്താണ് ഇപ്പൊ ഒരു കോൺഫിഡൻസ് ആണ് ഫിൽറ്റർ ഇടാതെ ഫോട്ടോസ് എടുക്കാനും, അതുപോലെ തന്നെ എന്താ പുറത്തോട്ട് പോകുമ്പോൾ ഒരു കോൺഫിഡൻസ് നമുക്ക് തന്നെ അറിയാലോ, നമുക്ക് ക്ലിയർ സ്കിൻ. എന്റെ ഒരു കാഴ്ചപ്പാടില് എനിക്ക് നിറത്തിലൊന്നും ഒരു കാര്യമില്ല, എന്റെ സ്കിന്ന് എപ്പോഴും ക്ലിയർ ആയിരിക്കണം എന്നുള്ളൊരു ആഗ്രഹം മാത്രമേ ഉള്ളൂ. ഈ ഒരു ക്രീം എന്റെ കൂടെ കൂടിയിട്ട് ഇപ്പോ 14 ദിവസം, അതായത് 14 ഡേ കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. അതായത് മനസ്സിലായല്ലോ, 14 ഡേ ചലഞ്ച് കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. അപ്പൊ ഇതിന്റെ റിസൾട്ട് നിങ്ങൾക്ക് അറിയണ്ടേ? അതുകൊണ്ട് ഈ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ ഫുള്ള് കാണേണ്ടതാണ്. പ്രോഡക്റ്റ് ആണെങ്കിലും ഒരു 14 ഡേയ്സ് ഒക്കെ കഴിഞ്ഞ് അതിന്റെ ചേഞ്ചസ് നമുക്ക് റിയൽ ചേഞ്ചസ് നമുക്ക് കാണാൻ പറ്റും എന്നാണ് അതിന്റെ ബ്രാൻഡ് പേര്, അതുപോലെ തന്നെ അത് യൂസ് ചെയ്തവരും പറയുന്നത്. അപ്പോ ഭയങ്കരമായ ഹൈപ്പാണ് ഇപ്പോ ഈ ഒരു ക്രീമിന് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഒരുപാട് സെലിബ്രിറ്റീസ് ഒക്കെ ഇത് വെച്ച് അവര് ആഡ് ചെയ്തിട്ടുണ്ട്. എന്റെ കാര്യത്തിലാണെങ്കിൽ എനിക്ക് മെയിൻ ആയിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്, എനിക്ക് ഈ മൗത്തിന് ചുറ്റും ഒരു കുറച്ച് ഡാർക്ക്നെസ് ഉണ്ട്, അതുപോലെ തന്നെ എന്റെ നെക്കിന് നല്ലതായിട്ട് ഡാർക്ക്നെസ് ഉണ്ട് നെക്കിന്. അപ്പൊ ഇത് മാറ്റാൻ പറ്റുമോ എന്നാണ് നമ്മൾ മെയിൻ ആയിട്ട് നോക്കുന്നത്. മെയിൻ ആയിട്ട് എനിക്ക് വേണ്ടതും അതാണ്. അപ്പൊ അതൊക്കെ നമുക്ക് ഈ ഒരു ക്രീമിലൂടെ മാറ്റാൻ പറ്റുമോ എന്ന് നോക്കാം. അപ്പൊ ഫസ്റ്റ് ആയിട്ട് ഞാൻ ഇത് ആദ്യമായിട്ട് യൂസ് ചെയ്യാൻ പോവാണ്. ഇതിലെ 3 കീ ഇൻഗ്രീഡിയൻസ് ആണ് കോജിക് ആസിഡ്, ഗ്ലൂട്ടാതയോൺ ആൻഡ് സഫ്രോൺ. അപ്പൊ ഇത് മൂന്നും നമ്മുടെ സ്കിന്നിന് എന്തുമാത്രം നല്ലതാണെന്ന് അറിയാലോ. എടുത്തു പറയേണ്ടത് ഇത് ഗ്ലൂട്ടാതയോൺ ക്രീം എന്നുള്ളതാണ്. അപ്പൊ ഇത് ഓപ്പൺ ആക്കി നോക്കിയപ്പോഴാണ് കേസ് എനിക്ക് മനസ്സിലായത് ഈ ഒരു ക്രീം വുമണിനും മെന്നിനും പ്രത്യേകം വരുന്നുണ്ട്. പിന്നെ ഇതിന്റെ പാക്കിങ്ങും കാര്യങ്ങളും ഒക്കെ അടിപൊളിയാണ്. ഇത് നിങ്ങൾ ഓപ്പൺ ആക്കുമ്പോൾ നോക്കണം ഇത് എത്രത്തോളം ഫീലായാണ് ഇരിക്കുന്നത്. ഞാൻ എന്തുമാത്രം പിന്നീട് അത് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ക്രീം വന്നിട്ട് നല്ലൊരു ലൈറ്റ് വെയിറ്റ് ആണ്, നമ്മുടെ സ്കിന് ഇറിറ്റേഷനോ കാര്യങ്ങളോ ഒന്നും നൽകുന്നില്ല. പിന്നെ ഇത് നമ്മൾ ഉറങ്ങുന്നതിന് മുൻപായിട്ട് യൂസ് ചെയ്യേണ്ട ക്രീമാണ്, നൈറ്റ് ക്രീമാണ്. ഇതിന്റെ ബെറ്റർ റിസൾട്ടിനായിട്ട് അവർക്ക് ഒരുപാട് ഇൻസ്ട്രക്ഷൻസ് ആ ബോക്സിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതൊക്കെ നമ്മൾ ഫോളോ ചെയ്യുവാണെങ്കിൽ എനിക്ക് തോന്നുന്നു പെട്ടെന്ന് തന്നെ റിസൾട്ട് കിട്ടും. ഞാൻ അത് ഫോളോ ചെയ്തുകൊണ്ട് മാത്രമാണ് എനിക്ക് റിസൾട്ട് കിട്ടിയത്. മൂന്നാമത്തെ ദിവസമാണ്, അതായത് 2 ദിവസം ഞാൻ ആ ക്രീം യൂസ് ചെയ്ത് കഴിഞ്ഞു. അപ്പൊ അതിന് ശേഷമുള്ള എന്റെ റിവ്യൂ ആണ് ഞാൻ പറയാൻ വന്നത്. അപ്പോ നിങ്ങൾക്ക് തന്നെ എന്റെ സ്കിന്നില് ചേഞ്ചസ് കാണാൻ പറ്റും. വലിയ ചേഞ്ചസ് ഒന്നും എന്തായാലും കാണുന്നില്ല സ്കിന്നില്. എന്തോ എനിക്ക് തോന്നിയ കാര്യം ഞാൻ പറയുവാണ്. ഈ ഒരു നെക്ക് പോർഷനിൽ ഞാൻ പറഞ്ഞിരുന്നു, ഞാൻ അന്ന് ഫസ്റ്റ് വീഡിയോയിൽ കാണിച്ചിരുന്നു നല്ലതുപോലെ ഡാർക്ക് ആയിട്ടാണ് ഇരുന്നത്. എന്തായാലും അതൊന്ന് ആ ഡാർക്ക്നെസ് ഒന്ന് ഫെയ്ഡ് ആയിട്ടുണ്ട്, അത് പറയാതിരിക്കാൻ പറ്റത്തില്ല. ഫെയ്ഡ് ആയി തുടങ്ങിയിട്ടുണ്ട്, ആ മാറ്റം എനിക്ക് മനസ്സിലാവും. അതുപോലെ തന്നെ സ്കിൻ നല്ല ഹൈഡ്രേറ്റഡ് ആയിട്ട് ഇരിക്കുന്ന പോലെ എനിക്ക് തോന്നി. ഈ ഒരു ഡിസംബർ ക്ലൈമറ്റിൽ എപ്പോഴും എന്റെ സ്കിൻ ഒരു കോമ്പിനേഷൻ സ്കിന്നാണ്. അപ്പോൾ ഈ സമയത്ത് എന്റെ സ്കിൻ നല്ല പോലെ ഡ്രൈ ആവാറുണ്ട്. പക്ഷേ ഇപ്പൊ എനിക്ക് ഈ ക്രീം യൂസ് ചെയ്തതിന് ശേഷം നല്ലൊരു ഹൈഡ്രേറ്റഡ് ആയിട്ട് തോന്നുന്നുണ്ട്. ഇങ്ങനെ സ്കിന്നൊക്കെ പെയിൽ ചെയ്ത് ഇങ്ങനെ ഇളകി വരുന്ന പോലെയൊക്കെ തോന്നുന്നുണ്ട്. പക്ഷെ അതൊന്നും എനിക്കിപ്പോ ഫീൽ ചെയ്യുന്നില്ല ഇത് യൂസ് ചെയ്തതിനു ശേഷം. അപ്പൊ ഇതൊക്കെയാണ് എന്റെ സ്കിന്നിന് വന്ന, പിന്നെ നല്ല സോഫ്റ്റഡ് ആയിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെയാണ് 2 ദിവസത്തെ എന്റെ ചേഞ്ചസ്. വലിയൊരു ചേഞ്ചസ് എന്നൊന്നും പറയാൻ പറ്റത്തില്ല, ചേഞ്ച് കണ്ടു തുടങ്ങിയിട്ടില്ല. പക്ഷെ എന്റെ നെക്കിലെ ആ ഒരു ഡാർക്ക്നെസ് എന്തായാലും എനിക്ക് പറയാതിരിക്കാൻ പറ്റില്ല. അപ്പൊ ഗായ്സ്, നാഷ് സെലിബ്രിറ്റി ബ്യൂട്ടി ക്രീം യൂസ് ചെയ്തിട്ട് ഇപ്പോ ഒരു 7 ഡേ ആയിരിക്കാണ്. എന്റെ 14 ഡേയ്സിന്റെ ഒരു ഹാഫ് പീരീഡ് തന്നെ ആയി കഴിഞ്ഞിരിക്കുകയാണ്. അപ്പൊ ഇത്രയും ദിവസത്തിനിടയിൽ ഇത് എന്റെ 8th ഡേ ആണ് കേട്ടോ. അപ്പൊ 7 ഡേ കഴിഞ്ഞു, കംപ്ലീറ്റ് ആയി. അപ്പൊ അതിനുശേഷമുള്ള ചേഞ്ചസ് കാണിക്കാനായിട്ടാണ് ഞാൻ ഈ വീഡിയോയിൽ വന്നത്. അപ്പോ നിങ്ങൾക്ക് എന്റെ ഫേസിലോട്ട് നോക്കുമ്പോൾ തന്നെ അറിയാം, ഒന്ന് എന്താണ് നല്ല പോലെ ഒന്ന് ബ്രൈറ്റ് ആയിട്ടുണ്ട് ഫസ്റ്റ് ടൈമിനേക്കാളും. പിന്നെ എടുത്ത് പറയേണ്ട കാര്യം, ഞാൻ നെക്ക് പോർഷൻ ആണ് നിങ്ങൾക്ക് ആദ്യമേ ചേഞ്ചസ് വരുന്നോ ഇല്ലയോ എന്ന് നോക്കാം എന്ന് പറഞ്ഞ് മെയിൻ ആയിട്ട് പറഞ്ഞിരുന്ന കാര്യം. കണ്ടോ, നല്ല രീതിക്ക് ഫെയ്ഡ് ആയിട്ടുണ്ട്. ആ ഡാർക്ക്നെസ് ഒക്കെ നല്ല രീതിക്ക് ഫെയ്ഡ് ആയിട്ടുണ്ട്. അപ്പൊ ഞാൻ എന്തായാലും വലിയൊരു താങ്ക്സ് പറയുകയാണ്. എനിക്ക് ഏറ്റവും വിഷമമായ കാര്യമായിരുന്നു, എന്റെ ഫേസ് കുറച്ച് ഇതായിട്ട് നെക്ക് പോർഷൻ നല്ല ഒന്ന് ഡാർക്ക് ആയിട്ടാണ് ഇരുന്നത്. മെയിൻ ആയിട്ട് PCOD PCOS ഉള്ളവർക്ക് ഈ ഒരു ബുദ്ധിമുട്ട് കാണും. അങ്ങനെയുള്ളവർക്ക് ഇത് യൂസ്ഫുൾ ആണ്. പിന്നെ എടുത്തു പറയാനുള്ളത്, ഞാൻ ഈ ഒരു പ്രോഡക്റ്റ് യൂസ് ചെയ്ത് തുടങ്ങിയത് ഈ ഡിസംബർ മന്ത് ഫസ്റ്റ് തൊട്ടാണ്. ഈ ഒരു മന്ത് നമുക്ക് എല്ലാവർക്കും അറിയാലോ, ഈ ഒരു ക്ലൈമറ്റിൽ നമ്മുടെ സ്കിന്നൊക്കെ ഇങ്ങനെ ഫെയിൽ ചെയ്ത് ഇളവ് തുടങ്ങുന്ന ഒരു ടൈമാണ്. എനിക്ക് ഈ ഒരു എന്ന് പറഞ്ഞാൽ എല്ലാ പ്രാവശ്യത്തെക്കാളും ഈ ഒരു മന്ത് എനിക്ക് കുറച്ച് ഇറിറ്റേഷൻ ആയിരുന്നു, കൂടുതലായിരുന്നു. കാരണം ഇത് യൂസ് ചെയ്യുന്നതിന് മുമ്പത്തെ കാര്യം ഞാൻ പറയുന്നത്, ഇതൊന്നും ഇളകി തുടങ്ങി ഇവിടെ മൂക്കിന്റെ ഇവിടെ, അതുപോലെ തന്നെ മൗത്തിന്റെ മുകൾ ഭാഗം, അതുപോലെ തന്നെ നല്ല അവിടെ ഇച്ചിങ് കാരണം അവിടെ നല്ല പോലെ റെഡിഷ് ആയിട്ടാണ് ഇരുന്നത്.
ഞാനിവിടെ വീട്ടിൽ പറയും ചെയ്തു എന്താണ് ചെറിയ ഡോക്ടറിനെ കാണിക്കണോ അങ്ങനെ എല്ലാം ഞാൻ വിചാരിച്ചു വെച്ചിരുന്ന കാര്യമാണ്. എന്നിട്ട് ഞാൻ വിചാരിച്ചു എന്തായാലും ഞാൻ ഈ പ്രോഡക്റ്റ് വാങ്ങുവാണ്, അപ്പൊ ഇത് വാങ്ങിയിട്ട് ഇത് കൊണ്ട് കുറയോ ഇല്ലേന്ന് നോക്കാം. പക്ഷെ എന്നെ അതിശയിപ്പിച്ചു കളഞ്ഞു. ഒരു 3-4 ദിവസം കഴിഞ്ഞപ്പോൾ എന്റെ ഇച്ചിങ് ഒക്കെ കംപ്ലീറ്റ് ആയിട്ട് മാറി. അതുപോലെ തന്നെ ഇത് ഫെയ്ഡ് ആയി തുടങ്ങി. പിന്നെ അത് കാണാനും ഫെയ്ഡ് ആയിട്ട് ഇളകി തുടങ്ങിയ സാധനം സ്റ്റോപ്പ് ആയി. എന്തായാലും ഞാൻ നിങ്ങൾക്ക് റിയൽ ആയിട്ടുള്ള ഒരു റിവ്യൂ വേണ്ടി തരാം. എന്തായാലും നിങ്ങൾക്ക് അതല്ലേ അറിയേണ്ടത്. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തില്ല, ഈ പ്രോഡക്ട്സ് ഒന്നും യൂസ് ചെയ്തില്ല. സൺസ്ക്രീൻ പോലും ഞാൻ അധികം യൂസ് ചെയ്തിട്ടില്ല. കാരണം ഞാൻ ഇപ്പോൾ അധികം പുറത്തോട്ട് പോകുന്നില്ല. വല്ലപ്പോഴും ഒരിക്കൽ മാത്രമേ ഞാൻ സൺസ്ക്രീൻ യൂസ് ചെയ്യുന്നുള്ളൂ. അല്ലെങ്കിൽ ഞാൻ വീട്ടിൽ ഇരിക്കുമ്പോൾ പോലും സൺസ്ക്രീൻ യൂസ് ചെയ്യുന്ന ഒരു വ്യക്തി ആണ്. അപ്പൊ ഇതെല്ലാം ഞാൻ സ്റ്റോപ്പ് ചെയ്തിട്ട് ഈ ക്രീം മാത്രമാണ് ഞാൻ എന്റെ സ്കിന്നിൽ അപ്ലൈ ചെയ്തത്. നല്ല രീതിക്ക് ഹൈഡ്രേറ്റഡ് ആയിട്ടാണ് ഇരിക്കുന്നത്. സ്കിന്നെ തൊടുമ്പോൾ തന്നെ നമുക്കറിയാം നല്ലപോലെ സോഫ്റ്റ് ആയിട്ടുണ്ട്. ഞാൻ ചിലരുടെ സ്കിന്നിൽ കാണുമ്പോൾ വിചാരിക്കും ഓ എന്ത് ക്ലിയർ ആണ്, എന്ത് സോഫ്റ്റ് ആണ്, നമുക്കത് കാണുമ്പോഴേ മനസ്സിലാവും. എന്നെങ്കിലും എനിക്കും ഈ ഒരു സ്കിന്നിലോട്ട് പോകാൻ പറ്റുമോ. പക്ഷെ ഈ ഒരു ക്രീം ഉണ്ടല്ലോ എനിക്ക് കുറച്ച് കോൺഫിഡൻസ് ഇപ്പൊ തരുന്നുണ്ട്. ബാക്കി നമുക്ക് അറിയില്ല, ഇല്ല കംപ്ലീറ്റ് ആയാലേ അറിയത്തുള്ളൂ. അപ്പൊ എനിക്കിവിടെ കുറച്ച് മുഖക്കുരു വന്ന പാടുകളുണ്ട്. പക്ഷെ അതൊന്നും എന്ത് ചെയ്തിട്ടില്ല, പുള്ളി ഒന്നും പോയിട്ടില്ല. അപ്പൊ 40 ഡേയ്സ് കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം അത് പോകുന്നുണ്ടോ ഇല്ലേ. പിന്നെ ടാനിന്റെ കാര്യം, ടാൻ ഏകദേശം ഒരു 70% എന്റെ ഫേസിൽ നിന്ന് പോയിട്ട്, ഫുള്ള് പോയിട്ടില്ല എങ്കിലും 70% പോയിട്ടുണ്ട്. ഇനിയിപ്പോ നിങ്ങൾക്ക് സംശയം കാണും ഞാൻ പ്രോഡക്റ്റ് യൂസ് ചെയ്യാതെയാണ് നിങ്ങൾക്ക് പറയുന്നത്. അപ്പൊ നിങ്ങൾക്ക് വിശ്വാസം വേണ്ടേ. വിശ്വാസം വരാൻ എന്ത് ചെയ്യണം, ഞാൻ ഓപ്പൺ ആക്കി കാണിച്ചത്. ഇത്രയും ഞാൻ യൂസ് ചെയ്തിട്ട് ഒരു കാൽഭാഗം ഇത്രയും ഞാൻ യൂസ് ചെയ്ത് തീർന്നിട്ട് നമ്മളെ സ്കിന്നിന് എന്ത് ചേഞ്ച് ആണ് വന്നുകൊണ്ടിരിക്കുന്നത് യൂസ് ചെയ്യുമ്പോൾ നമുക്കത് മനസ്സിലാവും. അതാണ് എടുത്ത് പറയേണ്ട ഒരു കാര്യം. സ്കിൻ ചേഞ്ചിങ് ജേർണി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. പിന്നെ ടോൺ ഒന്നും വലുതായിട്ട് മാറിയതായിട്ട് ഞാൻ പറയുന്നില്ല, ഒന്ന് ബ്രൈറ്റ് ആയിട്ട്. എന്റെ അമ്മയും പറഞ്ഞു ഒന്ന് വലിയ മാറ്റമൊന്നും വന്നിട്ടില്ലെങ്കിലും ടോൺ ഒന്ന് ബ്രൈറ്റ് ആയിട്ടുണ്ടെന്ന്. നമ്മുടെ സ്കിന്നിലെ ടാനും അതുപോലെ തന്നെ അണീവനായിട്ടുള്ള കുറച്ച് പാടുകളും കാര്യങ്ങളും ഒക്കെ പോയാൽ തന്നെ നമ്മുടെ സ്കിൻ എന്ത് ചെയ്യും, നല്ല ബ്രൈറ്റ് ആവും. അപ്പൊ അതൊക്കെ മാറ്റാൻ മെയിൻ ആയിട്ട് സഹായിക്കുന്നു. ഈ കൂടുതൽ ഞാൻ ഒന്നും പറയുന്നില്ല ഗൈസ്. നമുക്കിനി 14 ഡേയിലെ എന്റെ 14th ഡേ ലാസ്റ്റ് ഡേയുടെ വീഡിയോ നമുക്ക് കാണാം. ആ ഒരു ഡേയിൽ എന്റെ ഫേസിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് വന്നിരിക്കുന്നത് നമുക്ക് നോക്കാം. ഈ ഒരു ക്രീം എന്റെ കൂടെ കൂടിയിട്ട് 14 ഡേ അതായത് ലാസ്റ്റ് ഡേ ആണ്. അപ്പൊ നിങ്ങൾക്ക് ഇത് എന്തായാലും ഓപ്പൺ ചെയ്ത് ഞാൻ കാണിച്ചു തരാം. യൂസ് ചെയ്തോ ഇല്ലയോ എന്ന് നിങ്ങൾക്ക് അറിയണ്ടേ. ഇത്ര മാത്രം ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. ഇത്രയും ഞാൻ യൂസ് ചെയ്തിട്ട് കാണത്തുണ്ട് ഫുൾ ഇരുന്നത്. 14 ഡേ എന്ത് ചെയ്ത് കഴിഞ്ഞു, യൂസ് ചെയ്ത് കഴിഞ്ഞു. ഈ ക്രീം യൂസ് ചെയ്തവരും അതുപോലെ തന്നെ ബ്രാൻഡുകാരും പറയുന്നത് 14 ഡേ കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഇതിന്റെ ചേഞ്ചസ് മനസ്സിലാക്കാൻ പറ്റൂ എന്നാണ്. അങ്ങനെയല്ല, അതിനു മുമ്പും ചിലർക്കൊക്കെ എന്ത് ചെയ്യാം മാറ്റങ്ങൾ വരാം. 14 ഡേ ആണ് അവര് പറയുന്ന ഒരു ടൈം പീരീഡ്. അപ്പൊ എനിക്കുണ്ടായ ചേഞ്ചസ് ഈ 14 ദിവസത്തിനിടയിൽ എനിക്കുണ്ടായ ചേഞ്ചസ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പോകും. ആദ്യം തന്നെ പറയട്ടെ, ഞാൻ ഈ വീഡിയോ കൊണ്ട് ആദ്യം തന്നെ ഉദ്ദേശിച്ചത് എന്റെ നെക്കിലെ ഡാർക്ക്നെസ് ഫുള്ള് മാറോ ഇല്ലയോ എന്ന് അറിയാം. ഈ ഒരു ക്രീം യൂസ് ചെയ്തിട്ട് മാറോ ഇല്ലയോ എന്ന് അറിയാം എന്നുള്ളത് ഒരിതാണ്. അതായത് 14 ഡേ കഴിഞ്ഞാൽ എന്തൊക്കെ ചേഞ്ചസ് വരും എന്നുള്ളത്. സത്യം പറയാനോ സംഭവം ഞാൻ ഫസ്റ്റ് തുടങ്ങിയപ്പോൾ വീഡിയോ കാണിക്കുന്നുണ്ട്. ഇപ്പൊ നല്ല ഡാർക്ക്നെസ് ആയിട്ടാണ് ഇരുന്നത്, നല്ല പോലെ ഉണ്ടാണ് ഇരുന്നത്. എന്നും എനിക്ക് ആ ഒരു ഇത് യൂസ് ചെയ്യാൻ തുടങ്ങുന്നതിന് മുമ്പ് അപ്പൊ എനിക്ക് ആ ഒരു ടൈമിൽ എനിക്ക് ഭയങ്കരമായിട്ടൊരു വിഷമമായിരുന്നു. എന്റെ കഴുത്ത് കാണുമ്പോൾ എന്റെ ദേഷ്യമൊക്കെ വരും. എന്റെ കഴുത്ത് ഇങ്ങനെ കഴുത്തിൽ മാത്രം ഒരു ഡാർക്ക്നെസ് കൂടി വരുന്ന ഒരു ടൈമായിരുന്നു. സത്യം പറഞ്ഞാൽ ദൈവമായിട്ടാണ് എനിക്ക് ഈ ഒരു ക്രീം ആ ഒരു ടൈമിൽ എനിക്ക് കിട്ടുന്നത്. ഇപ്പൊ എനിക്ക് നല്ല കോൺഫിഡൻസ് ഉണ്ട്. പുറത്തോട്ട് പോകാൻ പോലും എനിക്ക് ഭയങ്കരമായിട്ടുള്ളൊരു കോൺഫിഡൻസ് കുറവായിരുന്നു. എന്താ ഈ ഒരു ഫേസ് വേറെ, കഴുത്ത് നെക്ക് വേറെ കളർ, അപ്പൊ അങ്ങനെയൊക്കെ ആയിട്ട് അതൊരു വൃത്തികേട് തന്നെയാണ്. അതായത് മെയിൻ ആയിട്ട് PCOS ഉള്ളവർക്ക് അത് മനസ്സിലാവുന്ന ഒരു കാര്യമാണ്. അത് കഴിഞ്ഞിട്ട് എന്റെ ഈ മൗത്തിന് ചുറ്റും ഡാർക്ക്നെസ് ഉണ്ടായിരുന്നു. അത് ഫുള്ള് പോയെന്ന് പറയുന്നില്ല, ഇവിടെ രണ്ടൊരു വര കാണുന്നുണ്ട്. പക്ഷെ ഏകദേശം നല്ലൊരു ഡാർക്ക്നെസ് ഉണ്ടായിരുന്നു, അതെല്ലാം ഒന്ന് കുറഞ്ഞിട്ടുണ്ട്. പിന്നെ അടുത്ത് പറയാനുള്ളത് എന്റെ ഫേസിൽ ഒരുപാട് മാർക്സ് ഉണ്ടായിരുന്നു, പിമ്പിൾസ് ഉണ്ടായിരുന്നു. മാർക്സ് ഉണ്ടായിരുന്നു. ഞാൻ ഈ ഒരു പിമ്പിൾസിന്റെ കാര്യം, പിമ്പിൾസ് വന്നിട്ടുള്ള ഈ ഒരു മാർക്ക് ഫുള്ള് പോവില്ല എന്ന് നേരത്തെ ഒരു ഇതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഫുള്ള് പോയില്ല എങ്കിലും നന്നായിട്ട് അത്യാവശ്യം നന്നായിട്ട് അതിനത് ഫെയ്ഡ് ആയിട്ടുണ്ട്. അപ്പൊ ഇതിനി ഫുള്ള് കംപ്ലീറ്റ് യൂസ് ചെയ്യുമ്പോൾ എനിക്ക് തോന്നുന്നു മേ ബി ഇത് ഫുള്ള് പോവുമായിരിക്കും, ഈ പാട് പോവുമായിരിക്കും. ഞാൻ നിങ്ങളോട് പറയുന്നു, ഈ 14 ഡേയ്സ് യൂസ് ചെയ്തിട്ട് എനിക്ക് ഒരു സൈഡ് എഫക്ട്സ് ഇതിൽ നിന്ന് ഉണ്ടായിട്ടില്ല. ആ ക്രീമിന് എന്തെങ്കിലുമൊക്കെ ഒരു ചേഞ്ചസ് ഉണ്ടായെന്ന് അതും ഉണ്ടായിട്ടില്ല. അടിപൊളിയാണ്. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, യൂസ് ചെയ്യാം, വിശ്വസിച്ച് യൂസ് ചെയ്യാം. ഞാൻ ഗ്യാരണ്ടി പറയുന്നു. അതുകൊണ്ട് എന്താണ് നിങ്ങൾക്കും യൂസ് ചെയ്യാം. യൂസ് ചെയ്തിട്ട് ചേഞ്ചസ് നിങ്ങളും കണ്ടു നോക്കുന്നു.
ഇപ്പൊ എല്ലാരും ഗ്ലൂട്ടാത്തയോൺ എടുക്കുന്ന ആൾക്കാരാണല്ലോ. ഞാൻ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് എന്താണ് ഗ്ലൂട്ടാത്തയോൺ നമുക്ക് എപ്പോഴും ഉണ്ടാക്കി കഴിക്കാനായാലും എപ്പോഴും വാങ്ങി കഴിക്കാനായാലും എന്താണ് നല്ലൊരു കഷ്ടപ്പാടാണ്. അതുപോലെ തന്നെ നമ്മുടെ കയ്യിൽ ക്യാഷിന്റെ ഒക്കെ ബുദ്ധിമുട്ട് വരും. പക്ഷെ ഈ ഒരു ക്രീം ഒരു വട്ടം യൂസ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് എന്താണ് ഭയങ്കരമായ അഫോർഡബിൾ റേറ്റ് അല്ല എങ്കിലും നമ്മൾ കൊടുക്കുന്ന റേറ്റിന് എന്താണ് വർത്ത് തന്നെ.